നമസ്കാരം. ഒമാനിലെ ആരാധനാലയത്തിൽ വെടിവെപ്പ് നടന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ആക്രമണത്തിൽ 5ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മസ്കറ്റ് ഗവർണറേറ്റിലെ വാദി കബീർ എന്ന ഒരു പള്ളിയുടെ പരിസരത്താണ് വെടിവെപ്പ് ഉണ്ടായതെന്ന് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയിരിക്കുന്ന അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. 5ഓളം പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച പോലീസ് നിരവധി പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്നാണ് റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പ്. അതേസമയം വെടിവെപ്പിന് പിന്നിൽ ആരാണെന്നും സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനത്തിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ആക്രമികൾ ആരാധനാലയത്തിന് സമീപത്തെത്തിയതെന്നും നുഴഞ്ഞു കയറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇവർക്ക് പിന്നിൽ മറ്റേതെങ്കിലും സംഘടനകളുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, അവർ കൂടെയുണ്ടോ എന്നത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറ്റൊരു വശത്തുകൂടെ അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ബബാവ ന്യൂസ് റിപ്പോർട്ട് പ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥരും അക്രമികളും വെടിവെപ്പിൽ ഏർപ്പെട്ടപ്പോൾ 700ഓളം പേർ അകത്ത് കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ഷിയാകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാദേശിക വെബ്സൈറ്റുകളിൽ അവകാശപ്പെടുന്നുണ്ട്. പ്രതികരണം എന്ന നിലയിൽ ഒമാൻ ഭീകരവിരുദ്ധ സേന സ്ഥലത്തെത്തിയിട്ടുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിലെ മുത്രയിലുള്ള വിലായത്ത് വാദി അൽ ഖബീർ പരിസരത്തുള്ള ഇമാം അൽ മസ്ജിദിന്റെ സമീപ പ്രദേശങ്ങളിലാണ് ഇങ്ങനെ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ നടപടികളും നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അധികാരികൾ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നതാണ് വിവരം. അന്വേഷണങ്ങൾ നടത്തുകയും സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോലീസ് പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്യുകയായിരുന്നു. വാദി അൽ ഖബീർ മേഖലയിലെ മുസ്ലിം പള്ളിയുടെ പരിസരത്തുണ്ടായ വെടിവെപ്പിൽ 5ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് റോയൽ ഒമാൻ പോലീസ് ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ. ആക്രമണത്തിന് പിന്നിലെ പ്രതികളെ തിരിച്ചറിയാനോ പ്രേരണ നൽകാനോ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതാണ് വിവരം. അറേബ്യൻ പെനിൻസുലയുടെ കിഴക്കൻ തീരത്തിലാണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത്. സുൽത്താനേറ്റിൽ ഇത്തരം ആക്രമണങ്ങൾ അസാധാരണം തന്നെയാണ്. അസോസിയേറ്റ് പ്രസ് അനുസരിച്ച ഒമാനിലെ US എംബസി പ്രദേശത്ത് നിന്ന് മാറി നിൽക്കാൻ അമേരിക്കൻ ജനതയോട് ഉപദേശിച്ചതായി അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും 5ഓളം പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ വിവരങ്ങളും ഒക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ.